നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, അമ്മ, ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. മോള് പറയേ. കണിമംഗലത്തിന് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാ ഒറ്റയടിക്കില്ലെന്നല്ലേ അച്ഛനും അമ്മയും പറയാ. പക്ഷെ ശത്രുക്കളുണ്ടെന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ നടന്നിട്ടും എന്താ അത് ശ്രദ്ധിക്കാത്ത? മോളെ, ശത്രുക്കളുണ്ടമ്മ. അച്ഛനും വരുണിനും ഒക്കെ ശത്രുക്കളുണ്ട്. അതാരൊക്കെയാന്നൊക്കെ മുത്തശ്ശി അമ്മയും കണ്ടുപിടിക്കണം. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് കേട്ടാ എനിക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ. ആയുസുള്ളിടത്തോളം കാലം നിന്നെ പോലൊരു മോളെ കൂടെ നിർത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യാ. പക്ഷേ ഇറങ്ങാൻ നേരത്തൊരു നല്ല വാക്ക് കേട്ടല്ലോ, അതും അമ്മയുടെ വായിന്ന്. എനിക്ക് അത് മതി. എന്താ പത്മിനി? രാധിക മോളെ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയണേ മോളെ. പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇനി ഒരിക്കലും കണിമംഗലത്തേക്കില്ലെന്ന് ചിന്തിച്ചു കളയരുത്. ഇടയ്ക്ക് വരണം, അച്ഛനമ്മയും കാണണം കേട്ടോ. പ്രിയങ്കെ, നീയല്ലേ പറഞ്ഞത് രാധിക വെളുപ്പിനെ പോവൂന്ന്? എന്നിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ. വെളുപ്പിന് തന്നെ രാധിക മോളെ ഇറക്കി വിട്ടിട്ട് അത്യാവശ്യം വല്ലതുണ്ടോ കൽപ്പന മോൾക്ക്? ആ, ഞാൻ ഇത് പ്രതീക്ഷിച്ചു. ഇന്നലെ നടന്നതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മറന്നിട്ടുണ്ടാവുന്ന്. അത് തന്നെ ഇവിടെ നടന്നു. എന്താടി, പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചോ നീ? ഈ കുട്ടി പോകാൻ ഇറങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ കൽപ്പനയുടെ ആവേശത്തിന്റെ ഒരാവശ്യമില്ല. ഞാൻ പോട്ടെ മുത്തശ്ശി. എത്ര അടുത്ത ബന്ധമായാലും താൽക്കാലികമായി കുറച്ച് സമയം പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കരുതിയാ മതി. ചേച്ചി ഇനി എന്തായാലും ഇവിടെ നിൽക്കാനൊന്നും അച്ഛൻ അവിടെ നിന്ന് വിടില്ല. എന്താ അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടോ നീ? അങ്ങനെയല്ല, ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമല്ലേ അച്ഛന്. വരുണിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കെന്താ കുഴപ്പം? ആ, അതൊന്നും പറയണ്ട. നിരാശയും സങ്കടവും കണ്ടാ എല്ലാവർക്കും തിരിച്ചറിയാം. ഏട്ടത്തി പലപ്പോഴും വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ ഈ വീട്ടിലുള്ളവരുടെ മുഖത്തോ ഏട്ടന്റെ മുഖത്തോ യാതൊരു നിരാശയും ഏട്ടത്തി കാണാറില്ലല്ലോ. എന്തുകൊണ്ടാ? ഇവിടെ നിന്നല്ല, എവിടെ നിന്നായാലും നല്ല മനുഷ്യരിറങ്ങി പോകുമ്പോഴേ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവോ? ബിജുവിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ കൊണ്ടുവിടും.
ഏട്ടാ ഏട്ടാ ഇത് എന്തേ കാണിച്ച് ഏട്ടാ എന്താ പറ്റിയേ മോനെ ഏട്ടാ എന്താ ഏട്ടാ പറ്റിയത്? ഏട്ടനെ എഴുന്നേൽക്കാനോ മറ്റോ ആയിരുന്നെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നില്ലേ? നീ എന്തിനാടി ഇങ്ങോട്ട് ഓടി വന്നേ? നീ പോവാൻ തുടങ്ങിയതല്ലേ? പോയിക്കോ, ഇറങ്ങ. രാധിക പോവാണോ? അതെ ഏട്ടാ. എന്റെ ചികിത്സയൊക്കെ ഇനി അങ്ങ് അവസാനിച്ചു പോവും അല്ലേ അച്ഛാ? എനിക്ക് ഇനി പഴയ പോലെ ഈ ഇരിപ്പന്നെ ഇരിക്കാം അല്ലേ? മോനെ, ജീവിതത്തിന് ഒരു പ്രതീക്ഷ വെച്ചത് അച്ഛ. കയ്യും കാലും അനങ്ങുന്നില്ലെങ്കിലും മനസ്സൊന്ന് ചലിച്ചു തുടങ്ങിയതാ. അതിനൊക്കെ കാരണം ഇവളാ, രാധിക. രാധിക ഇറങ്ങിക്കഴിയുമ്പോ എന്റെ ജീവിതം പിന്നെ ഇരുട്ടിലാവും. അതെന്താ ഇവൾക്ക് മാത്രമേ സൂര്യ നോക്കാൻ കഴിയുള്ളൂ? അല്ല, അവള് നോക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇത്രയൊക്കെ പറയാനേ ഇവൾ ആരാ നിങ്ങടെ? ഇവളോ ഒറ്റ വാക്കേ ഉള്ളൂ, എന്റെ ദൈവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.